നിറവിലേക്ക് സ്വാഗതം. ദൈവത്തെ പ്രതി നീ ഏറ്റെടുത്തിട്ടുള്ള അധ്വാനങ്ങളും കഷ്ടതകളും നിന്നെ ഭയപ്പെടുത്തരുത്. എന്ത് സംഭവിച്ചാലും അവിടുത്തെ വാഗ്ദാനം നിനക്ക് ശക്തിയും ആശ്വാസവും നൽകും. വിശുദ്ധ അമിക്കസിന്റെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. നെൽസി ആലപിക്കുന്ന ഗാനമാണ് ആദ്യം.
സ്നേഹിതൻ യേശുവല്ലോ, നല്ലൊരു രക്ഷകൻ യേശുവല്ലോ. സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള സൂത്രവാക്യം നമുക്ക് പറഞ്ഞു തരുന്നത് ബ്രദർ സിജു ആലഞ്ചേരിയാണ്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. സ്നേഹമുള്ളവരെ, എല്ലാ കാലത്തെയും ഒരു ചിന്തയാണ്, ഒരു സംശയമാണ്, സ്വത്തും സമ്പത്തും സന്തോഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങളെന്ത് പറയുന്നു? ജീവിതങ്ങൾ പറയുന്നു, ആധികാരികമായിട്ട് ചരിത്രം പറയുന്നു, ഒരുപാട് ജീവിച്ചവർ പറയുന്നു, ഇതിനെപ്പറ്റി അറിയാവുന്നവർ പറയുന്നു, ഇതാണ് യാഥാർത്ഥ്യം. സ്വത്തും സമ്പത്തും സമാധാനവും സന്തോഷവും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമുക്കെല്ലാം അറിയാം, 2 ലക്ഷം രൂപ ശമ്പളമുള്ളവർ പോലും സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി മാത്രം മതി എന്നൊക്കെ വലിയ മണ്ടൻ തീരുമാനങ്ങളെടുത്ത് എത്രയോ കുടുംബങ്ങളെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. കാരണം 2 ലക്ഷം, 2 പേർക്കൂടി 2 ലക്ഷം രൂപയുണ്ട്, ഗസഡ് റാങ്കിലാണ്, പക്ഷെ ഒന്നിനും തികയുന്നില്ല. അതുകൊണ്ട് അധിക പിള്ളേരെ പോലും വളർത്താൻ പറ്റുമോ എന്നൊരു വല്ലാത്ത മണ്ടനാശയം. അതൊരു കാലഘട്ടത്തിൻ്റെ ഈവിൾ ഇൻ്റലിജൻസ് ആണ്. ഈശോ പറഞ്ഞ നുണയനും നുണയൻ്റെ പിതാവുമായ ആ പിശാചിൻ്റെ കെണിയാണ്. മക്കൾ കുറഞ്ഞാൽ അതൊരു വലിയ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകും. അല്ല കേട്ടോ, നേരെ തിരിച്ചാണ്. മക്കൾ കൂടും തോറും പ്രിയപ്പെട്ടവരെ കുടുംബത്തിൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നു. എന്താ സമ്പത്ത്? പണമല്ല സമ്പത്ത്, സന്തോഷം അതൊരു സമ്പത്താണ്. മക്കളുടെ കളിച്ചിരികൾ അതൊരു സമ്പത്താണ്. ഈ മക്കളുണ്ടാക്കുന്ന ബഹളം, കുസൃതി, ഓട്ടം, ചാട്ടം, അവരുടെ സ്വർഗീയമായ സാന്നിധ്യം, പ്രിയപ്പെട്ടവരെ എന്ത് വില കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വത്തും സമ്പത്തും സന്തോഷവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാൻ തെളിയിക്കാം. ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ എനിക്കറിയാം. അന്നുള്ള ജോലിക്ക് വേണ്ടി കൂലിപ്പണിക്ക് പോകുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ പലപ്പോഴും വളരെ രസകരമായിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇത്ര പോലും ഒരു സന്തോഷം ഈ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ, ഈ ഒരു കൂലിപ്പണിക്കാരൻ്റെ പോലും അന്നുള്ള 500 രൂപയ്ക്ക് തൊഴിലുറപ്പിന് പോകുന്ന ആ ചേച്ചിയുടെ സന്തോഷം പോലും ഈ 75,000, 1 ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന ഒരു കോളേജ് പ്രൊഫസറിന് എല്ലാവരും അല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ പറയുന്നതാണ്. തൊഴിലുറപ്പിന് പോകുന്ന ഒരു ചേച്ചിയുടെ സന്തോഷം പോലും, ഒരുപക്ഷെ 1000 രൂപയ്ക്ക് പോലും 500 രൂപയ്ക്ക് പോലും ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത, ഓട്ടോ ഓടിക്കാൻ പറ്റാത്ത ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ പോലും ചില സന്തോഷങ്ങൾ 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും പറ്റുന്ന നമ്മുടെ സമൂഹത്തിലെ സോ കോൾഡ് സമ്പത്തുള്ള, പണമുള്ള പല വ്യക്തികൾക്കും പല കുടുംബങ്ങൾക്കും പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചില വ്യക്തികളെങ്കിലും, അടുപ്പമുള്ള പരിചയമുള്ള ചില വ്യക്തികളെങ്കിലും മനസ്സിലാവുന്നുണ്ട്. എന്ന് തികയുന്നില്ല. 1 ലക്ഷം കിട്ടിയിട്ടും തികയുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ കുറയ്ക്കുന്നു, അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മാറ്റിവെക്കുന്നു, വല്ലാതെ അങ്ങ് ഞെരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നമ്മുടെ കുടുംബങ്ങൾ, ഈ ഒരു തലമുറ വളരെ ക്രിയാത്മകമായ ചില കാര്യങ്ങൾ എടുത്തേ പറ്റൂ. ഇതിന് സൈക്കോളജി പറയുന്ന പേരാണ് പ്രൈമറി ഗ്രേറ്റ്നസ് ആൻഡ് സെക്കൻഡറി ഗ്രേറ്റ്നസ്. ഉദാഹരണം പറയാം. നിങ്ങൾക്ക് 50,000 രൂപ, 1 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു ജോലിയുണ്ട് എന്നങ്ങ് സങ്കല്പിക്കുക. അതൊരിക്കലും പ്രൈമറി ഗ്രേറ്റ്നസ് അല്ല, സെക്കൻഡറി ഗ്രേറ്റ്നസ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. നിങ്ങളിപ്പോൾ BEdും MEdും നെറ്റും സെറ്റും ഒക്കെയുള്ള, എന്തിന് PhD ഒക്കെ ഉള്ള, ഡോക്ടറൽ പ്രോഗ്രാം ഒക്കെയുള്ള ഒരു വലിയ കോളേജ് പ്രൊഫസറാണ്, ഒരു വലിയ ബാങ്ക് മാനേജറാണ്. നിങ്ങളുടെ പഠനം, നിങ്ങളുടെ പരിശീലനം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ ഈ ജോലി പദവികളെല്ലാം സെക്കൻഡറി ഗ്രേറ്റ്നസ് ആണ്. പക്ഷേ ഇന്ന് സാധാരണക്കാർക്ക് ഇത് തിരിഞ്ഞു പോകാറുണ്ട്, മറിഞ്ഞു പോകാറുണ്ട്. ശരിയല്ലേ? പല കുടുംബങ്ങളും എന്താ പറയുക മക്കളോട്? എടാ, നീ പള്ളിയിൽ പോയില്ലെങ്കിലും കോച്ചിങ്ങിലേക്ക് പൊക്കൂ. കാരണം വിശ്വാസ പരിശീലനം, പള്ളിയും പരിശുദ്ധ കുർബാനയും കൗദാശിക ജീവിതമൊന്നും ഇല്ല എങ്കിലും നിനക്ക് ഒരു ജോലി വേണം, നിനക്ക് ഒരു വലിയ പദവി ഉണ്ടാവണം, നിനക്ക് എല്ലാവരുടെയും മുൻപിൽ പറയാൻ പറ്റുന്ന ഒരു വലിയ പൊസിഷൻ വേണം, ഒരു ജോലി വേണം, ഒരു വലിയ 5 അക്ക 6 അക്ക ശമ്പളം വേണം. പ്രിയപ്പെട്ടവരെ, ഇത് സെക്കൻഡറി ഗ്രേറ്റ്നസ് ആണ്.
പക്ഷെ ദൈവം തരുന്ന സന്തോഷം, സമാധാനം, സംതൃപ്തി അത് പ്രൈമറി ഗ്രേറ്റ്നെസ് ആണ്. ഉദാഹരണം പറയാം. 1,00,000 രൂപ ശമ്പളമുള്ള ഒരു വ്യക്തി, വലിയ നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഇഷ്ടം പോലെ ഇട്ടുമൂടാൻ സ്വത്തുണ്ട്, അതിലേറെ കോടികളുടെ ആസ്തിയുണ്ട്, ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ട്, പക്ഷേ സമാധാനമില്ല, സ്വസ്ഥതയില്ല, സന്തോഷമില്ല. എന്താണർത്ഥം? സെക്കൻഡറി ഗ്രേറ്റ്നെസ് ഉണ്ട്, പക്ഷേ പ്രൈമറി ഗ്രേറ്റ്നെസ് ഇല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യങ് തലമുറ, ചെറുപ്പക്കാർ, നിങ്ങൾ മാറി ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ടവരെ പ്രൈമറി ഗ്രേറ്റ്നെസ് ആണ്. എന്താണ് പ്രൈമറി ഗ്രേറ്റ്നെസ്? സന്തോഷം, സമാധാനം, സംതൃപ്തി. അതിനർത്ഥം ജോലി വേണ്ട എന്നാണോ? അല്ല. അതിനർത്ഥം പഠിക്കരുത് എന്നാണോ? അല്ല. പഠിക്കണം, ജോലി വേണം, എല്ലാം മാന്യമായിട്ട് സമ്പാദിക്കണം. പക്ഷെ ഇതൊന്നും, ഈ ജോലിയും പണവും നമ്മുടെ സന്തോഷത്തെ, സമാധാനത്തെ, സംതൃപ്തിയെ കളയുന്ന രീതിയിലാവരുത്. ഇതാണ് പ്രൈമറി ഗ്രേറ്റ്നെസ് ആൻഡ് സെക്കൻഡറി ഗ്രേറ്റ്നെസ്. ഇനി പറഞ്ഞതിലേക്ക് വരാം. മക്കൾ പലപ്പോഴും കൂടുമ്പോൾ ജീവിതത്തിൻ്റെ ആ ഒരു സന്തോഷം, സമാധാനം കുറയുന്നു എന്ന ഒരു തെറ്റിദ്ധാരണ ഇന്ന് പലർക്കുമുണ്ട്. പല സിനിമകളും ആനുകാലികമായ പ്രസിദ്ധീകരണങ്ങളും ഒരുപാട് സോഷ്യൽ മീഡിയയും ന്യൂ ജനറേഷൻ സിനിമകളുമൊക്കെ അങ്ങനെയാണ് പറയുക, അങ്ങനെയാണ് പഠിപ്പിക്കുക. പക്ഷെ ഓർക്കണം, നുണയനും നുണയൻ്റെ പിതാവുമായ പിശാചിൻ്റെ തട്ടിപ്പാണ്. അതൊരു ട്രാപ്പാണ്, അതൊരു കെണിയാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ എനിക്കൊരു ഫാമിലി ഫ്രണ്ടുണ്ട്, പ്രിയപ്പെട്ട ബിനോയ്, സിനിയും ബിനോയും. 9 മക്കളാണ്, 9 മക്കൾ. ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാരൊക്കെ പങ്കെടുത്ത ആ മക്കളുടെ ആദ്യ കുർബാന സ്വീകരണം, ഓരോ മക്കളുടെയും മാമോദീസ വളരെ വർഷങ്ങളായിട്ട് കൃത്യമായിട്ടും അറിയാവുന്ന ഒരു കുടുംബമാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുമ്പോൾ ബിനോയും കുടുംബവും ഇത് കേൾക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ബിനോയെ അറിയാവുന്നവർ ഇത് കേൾക്കുന്നുണ്ടാകാം. വളരെ അഭിമാനത്തോടെ പറയട്ടെ, അദ്ദേഹം ഒരു ഡ്രൈവറാണ്. അഥവാ സ്വന്തം ലോറിയിൽ പാറമടയിൽ നിന്ന് കല്ലെടുത്ത് കല്ലുവെട്ടി ഈ ലോറിയിൽ പല പല സൈറ്റുകൾ, കൺസ്ട്രക്ഷൻ സൈറ്റുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധാരണ ലോറി ഡ്രൈവർ, ഒരു സാധാരണ കർഷകൻ. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അതൊക്കെ നിർത്തി ഇപ്പോൾ പശുക്കളും തൊഴുത്തും കൃഷിയുമൊക്കെ ആയിട്ട് എന്തൊരു സന്തോഷമാണ്. എന്ന് പറഞ്ഞാൽ സ്ഥിര വരുമാനമില്ല, ഒരു ഗവൺമെൻറ് ജോലിയില്ല, പെൻഷനില്ല, PF ഇല്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെന്നാൽ ആ കുടുംബത്തിൻ്റെ സന്തോഷം, സമാധാനം, സംതൃപ്തി നിങ്ങളെ അങ്ങോട്ട് ചുറ്റി വലയും. പിന്നെ അവിടുന്ന് പോരാൻ പറ്റില്ല. പ്രിയപ്പെട്ട ടിജോ അച്ഛൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വൈറലായ ഒരു പോസ്റ്റ് ആ കുടുംബത്തെ പറ്റി എഴുതിയിരുന്നു. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, യങ് കപ്പിൾസ്, നിങ്ങൾക്ക് കൊടുക്കാവുന്ന, നിങ്ങളുടെ ഇപ്പോഴുള്ള കുഞ്ഞിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, സമ്മാനം എന്ന് പറഞ്ഞാൽ അവന് 50,000 രൂപയുടെ ഒരു ടോയ്, ഒരു കാറ് അല്ലെങ്കിൽ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുക, മുന്തിയ ഭക്ഷണം കൊടുക്കുക, അവന് ഇഷ്ടം പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസ് കൊടുക്കുക എന്നുള്ളതല്ല. അത് കൊടുത്തോണം, മോശമൊന്നുമല്ല ആസ്തി അനുസരിച്ച്. പക്ഷേ കുഞ്ഞുങ്ങൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം, സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അനിയനെ കൂടി കൊടുക്കുക, അവർക്ക് ഒരു അനുജത്തിയെ കൂടി കൊടുക്കുക. മക്കൾ കുടുംബത്തിൻ്റെ അഭിമാനമാണ്, സന്തോഷമാണ്. ഇതിനകത്ത് നമ്മൾ ഏതോ ഒരു എപ്പിസോഡിൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, സോഷ്യൽ സ്കിൽ. എന്താണ്? കണ്ടും കേട്ടും മിണ്ടിയും പറഞ്ഞുമൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ചിന്തിച്ച് നോക്കിക്കേ, ഒറ്റയാനായിട്ട് ഒരു കുടുംബത്തിൽ ഒറ്റ മകനായിട്ട് ഒറ്റ മകളായിട്ട് വളരുന്ന ഒരു കുട്ടിക്ക് ആരോട് സംസാരിക്കാനാ? ആരോട് മിണ്ടാനാ? ആരോട് പറയാനാ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ 4ഉം 5ഉം ഒക്കെ മക്കൾ ഒന്നിച്ചു വരുമ്പോൾ അവർ തമ്മിൽ ഒരു വല്ലാത്ത പോസിറ്റീവ് ഒരു ഹാർമണി ഉണ്ടാവുന്നുണ്ട്. അവരിങ്ങനെ കണ്ടും കേട്ടും മിണ്ടിയും പറഞ്ഞും കൊണ്ടും കൊടുത്തുമൊക്കെ. ഇനി 12 മക്കളുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ട്, പാലാ കിടങ്ങൂരാണ്. അവിടുത്തെ പ്രിയപ്പെട്ട അപ്പൻ, ഈ 12 മക്കളുടെയും അപ്പൻ, ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു B.Ed M.Ed കോളേജിൻ്റെ പ്രിൻസിപ്പലാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ചിന്തിക്കരുത് പണിയില്ലാത്തവരുടെ ഒരു പണിയാണ് കൂടുതൽ മക്കൾ. അല്ല, മറിച്ച് പ്രൈമറി ഗ്രേറ്റ്നെസ് കൂടുതൽ ആഗ്രഹിക്കുന്നവരുടെ ഒരു വലിയ ദൗത്യമാണ്, ഒരു വലിയ വെല്ലുവിളിയാണ്. അവർ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തോട് സ്വന്തം ജീവിതം വഴി അവർ പോസിറ്റീവായിട്ട് ചലഞ്ച് ചെയ്യുന്നു, വെല്ലുവിളിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടത് സെക്കൻഡറി ഗ്രേറ്റ്നെസ് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടത് പ്രൈമറി ഗ്രേറ്റ്നെസ് കൂടിയാണ്. എന്താണ് പ്രൈമറി ഗ്രേറ്റ്നെസ്? സന്തോഷം, സമാധാനം, സംതൃപ്തി. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന സ്വത്തും സമ്പത്തും
നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനവും സന്തോഷവും തമ്മിൽ ഒരു ബന്ധവുമില്ല, അഥവാ ബന്ധം വളരെ കുറവാണ്. നമുക്ക് വേണ്ടത് സന്തോഷം. സമ്പത്ത് കുറഞ്ഞാലും പണം കുറഞ്ഞാലും ഇത്തിരി ജോലി കുറഞ്ഞാലും ഇത്തിരി കുടുംബത്തിൻ്റെ അവസ്ഥകൾ കുറഞ്ഞാലും മോശമാണെങ്കിലും അതിനും കൂടെ കൂട്ടി ഈ ഒരു പ്രൈമറി ഗ്രേറ്റ്നെസ്സിലേക്ക് സന്തോഷവും സമാധാനവും, അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയല്ലേ? ഗലേഷ്യൻസ് 5:22 നമ്മൾ വായിക്കുന്നില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, വിശ്വസ്തത, ആത്മസംയമനം. പ്രിയപ്പെട്ടവർ, ഇതാണ് പ്രൈമറി ഗ്രേറ്റ്നെസ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു സെക്കൻഡറി ഗ്രേറ്റ്നെസ്സിനപ്പുറത്തേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയട്ടെ, സ്നേഹം നിറയട്ടെ, സന്തോഷം നിറയട്ടെ. അതുകൊണ്ട് മറ്റൊന്നും അതിന് തടസ്സമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രൈമറി ഗ്രേറ്റ്നെസ്സാണ് മക്കൾ, അവരുടെ സന്തോഷം, അവരുടെ സാന്നിധ്യം, അവരുടെ സാമീപ്യം. പല മാതാപിതാക്കന്മാരും പറയുന്ന കാര്യം, പ്രത്യേകിച്ചും അമ്മമാരാണ് കേട്ടോ, സാറേ പിള്ളേർ ഭയങ്കര കുസൃതിയാണ്, മക്കൾ ഭയങ്കര വികൃതിയാണ്. ആരെങ്കിലും സൈക്കാട്രിസ്റ്റ് അറിയാവുന്നവരാരെങ്കിലും സാറിന് സജസ്റ്റ് ചെയ്യാനുണ്ടോ? എന്തിനാണ്? ഹൈപ്പർ ആക്റ്റീവ്നെസ് ആണോ എന്നൊരു സംശയം. അതുകൊണ്ട് ഒന്ന് കൺസൾട്ട് ചെയ്ത് വേണമെങ്കിൽ ഒരു മെഡിക്കേഷൻ എടുക്കാനാണ്. ഞാൻ ചോദിക്കും, ആട്ടെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന മോൻ? 4ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിലെ മോളാ? പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട അപ്പ, 5ാം ക്ലാസ്സിലെ മോൻ 4ാം ക്ലാസ്സിലെ മോൾ അല്പം ഒന്ന് ഓടി എന്ന് കരുതി, ചാടി എന്ന് കരുതി, ഇത്തിരി കുസൃതി വികൃതി കാണിച്ചു എന്ന് കരുതി അത് ഹൈപ്പർ ആക്റ്റീവ്നെസ് ആയിട്ട് കണക്കാക്കരുത്. അത് ഹൈപ്പർ ആക്റ്റീവ്നെസ് അല്ല, മറിച്ച് അവൻ്റെ നാച്ചുറൽ ഫ്ലോ ആണ്. ഈ 3ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ 5ാം ക്ലാസ്സിലെ മക്കൾ ഇത്തിരി ഓടിയാൽ, ഇത്തിരി കുസൃതി കാണിച്ചാൽ അതൊന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാതാപിതാക്കന്മാർ വളരണം. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ശരിക്കും പ്രൈമറി ഗ്രേറ്റ്നെസ്. ഈ മക്കളുടെ കുസൃതിക്കും വികൃതിക്കും, ഇവരുടെ ഈ ഒരു കൊഞ്ചലിനും, ഈ പറയുന്ന സാന്നിധ്യത്തിന് നമുക്ക് എന്ത് വില കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് അവരുടെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടി വളർന്നു വന്നാൽ കുടുംബത്തിൽ തീർച്ചയായിട്ടും ഒരു പ്രൈമറി ഗ്രേറ്റ്നെസ് അത് മക്കൾ കൊണ്ടുവരും. ആ സന്തോഷം, ആ ഒരു സമാധാനം, ആ സംതൃപ്തി. ഞാൻ പറഞ്ഞു വെച്ചത് ഒന്നുകൂടി ഓർപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. കുടുംബത്തിലാവട്ടെ, ബന്ധങ്ങളിലാവട്ടെ, സമ്പത്താണ്, പണമാണ് സന്തോഷത്തിൻ്റെ ഉറവിടം എന്നാരും ധരിക്കരുത്. പണത്തിനും സമ്പത്തിനും ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാത്തിനെയും ചേർത്ത് വിളിക്കുന്ന ഒരു പേരാണ് പ്രൈമറി ഗ്രേറ്റ്നെസ്. സമാധാനം, സ്നേഹം, സന്തോഷം, ആനന്ദം എല്ലാം നമ്മുടെ കുടുംബത്തിലുണ്ടാവട്ടെ. എല്ലാ കുടുംബങ്ങളെയും എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പുതിയൊരു കഥയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ചിത്രകലയിൽ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ജോൺ. അവനെ പരിശീലിപ്പിക്കുവാനായി ഒരു മാസ്റ്ററും ഉണ്ടായിരുന്നു. വളരെ നാളുകളായി അദ്ദേഹത്തിൻ്റെ കീഴിൽ ചിത്രകലയിൽ പരിശീലനം നേടുന്നുണ്ട് ജോൺ. ഒരിക്കൽ യങ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി ഒരു മത്സരം സംഘടിപ്പിക്കപ്പെട്ടു. അതിൽ ജോണിനെ പങ്കെടുപ്പിക്കണം എന്ന് മാസ്റ്റർ ആഗ്രഹിച്ചു. എന്ത് ചിത്രമാണ് അതിനായി നീ വരയ്ക്കുന്നത് എന്ന ചോദ്യത്തിന് പർവ്വതം വരയ്ക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ജോൺ മറുപടി നൽകി. ആർട്ട് സ്കൂൾ സ്ഥിതി ചെയ്തിരുന്നത് ഒരു പർവ്വതത്തിൻ്റെ താഴ്വരയിലായിരുന്നതുകൊണ്ട് ജോണും ജോണിൻ്റെ മാസ്റ്ററും പുറത്തിറങ്ങി പർവ്വതനിരകൾക്ക് എതിരായി ദൂരെ ഇരുന്ന് വരച്ചു തുടങ്ങി. പർവ്വതനിരകൾ വരച്ചു തുടങ്ങിയ ജോണിൻ്റെ ചിത്രം മാസ്റ്റർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആദ്യം അദ്ദേഹം പറഞ്ഞു, നീ മലനിരകളെ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. അല്പസമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ജോൺ ഉപയോഗിച്ചിരുന്ന ഷെയ്ഡുകളെ തിരുത്താൻ തുടങ്ങി. നീ ഇപ്പോൾ ഉപയോഗിക്കുന്നത് കൃത്യമായ ഷെയ്ഡാണ് എന്ന് നീ കരുതുന്നുണ്ടോ? അല്പസമയം കഴിഞ്ഞപ്പോൾ മറ്റു പല ചേഞ്ചുകളും കൂടി മാസ്റ്റർ സജസ്റ്റ് ചെയ്തു. ഇങ്ങനെ തിരുത്തലുകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ജോൺ ആകട്ടെ തൻ്റെ ക്ഷമ നഷ്ടപ്പെടാതെ മാസ്റ്റർ കൊടുത്ത തിരുത്തലുകളെല്ലാം സ്വീകരിക്കുകയും
അനുസരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി മാസ്റ്റർ അവനെ ഒറ്റയ്ക്ക് വിട്ടു. താൻ വരുമ്പോഴേക്ക് ചിത്രം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. തിരക്കുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് മാസ്റ്റർ തിരിച്ചെത്തിയത് കുറേ മണിക്കൂറുകൾ കഴിഞ്ഞാണ്. അപ്പോഴേക്ക് ജോൺ തൻ്റെ ചിത്രം പൂർത്തിയാക്കിയിരുന്നു. പൂർത്തിയാക്കപ്പെട്ട ചിത്രത്തിലേക്ക് നോക്കി മാസ്റ്റർ അത്ഭുതപ്പെട്ടു. കാരണം ജോൺ അന്ന് വരെ വരച്ചിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ ഒന്നായിരുന്നു അത്. വീണ്ടും ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയ മാസ്റ്ററുടെ മുഖത്ത് ചുളിവുകൾ വീണു. നീ വരച്ചു തുടങ്ങിയ ചിത്രം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒരുപാട് തവണ ഞാൻ നിന്നെ തിരുത്തി, പക്ഷേ ഇപ്പോൾ ആ ചിത്രമല്ലല്ലോ എൻ്റെ കയ്യിലിരിക്കുന്നത്. ജോൺ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു. അങ്ങയുടെ കൂടെ ഇരുന്ന് വരച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഈ ചിത്രം വരച്ചത് അങ്ങയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നാൽ അങ്ങ് വിട്ടുപോയപ്പോൾ, ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ഈ ചിത്രം വരച്ചത് എന്നെ തന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ പ്രവൃത്തികളെ പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടി എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനെ ഭയന്നും ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ കുഞ്ഞുനാൾ മുതൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പല പരിശീലനങ്ങളും അങ്ങനെയാണ്. എന്തുകൊണ്ട് നന്നായി പെരുമാറണം എന്നതിന് നമുക്ക് കിട്ടുന്ന ഉത്തരം അല്ലെങ്കിൽ കാരണം മറ്റുള്ളവരെ കൊണ്ട് മോശമായതൊന്നും പറയിപ്പിക്കരുത് എന്നതായിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ മോശമായി നമ്മളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ഇടയാക്കരുത് എന്നതായിരിക്കും. സീറ്റ് ബെൽറ്റ് ഇടുന്നത് പലപ്പോഴും പോലീസുകാരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ശിക്ഷകൾ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും. ഇത് ചെറിയ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. പഠിക്കുന്നത് എന്തിന് എന്ന് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എത്ര പേർ അതിലൂടെ കിട്ടുന്ന ആനന്ദത്തെക്കുറിച്ച്, അറിവിൻ്റെ വർധനവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. പഠിക്കുന്നത് കേവലം ജോലി കിട്ടുന്നതിനും സമ്പത്തുണ്ടാക്കുന്നതിനും മറ്റുള്ളവരുടെ മുൻപിൽ മാന്യമായി ജീവിക്കുന്നതിനും വേണ്ടിയാണെന്നാണ് മിക്ക മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറ്. പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്കാരത്തിൽ മിക്ക പ്രവൃത്തികളും മിക്കവരും ചെയ്യുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന ഭയത്തിൻ്റെ കീഴിലാണ്. നമ്മുടെ പ്രവൃത്തികൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും ലക്ഷ്യവും നിറവേറ്റണമെങ്കിൽ, ഏറ്റവും നന്നായി പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ ഭയങ്ങളിൽ നിന്ന് പുറത്തു വന്ന്, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതിൽ നിന്ന് പുറത്തു വന്ന്, സ്വന്തം ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ നിന്നും ആത്മാർത്ഥതയിൽ നിന്നും ചെയ്തു തുടങ്ങണം. ദൈവത്തെ പ്രതി നീ ഏറ്റെടുത്തിട്ടുള്ള അധ്വാനങ്ങളും കഷ്ടതകളും നിന്നെ ഭയപ്പെടുത്തരുത്. എന്ത് സംഭവിച്ചാലും അവിടുത്തെ വാഗ്ദാനം നിനക്ക് ശക്തിയും ആശ്വാസവും നൽകും. വിശുദ്ധ അമിക്കസിന്റെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.